ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രോണിക്സ് ആപ്പിനെ പറ്റിയാണ്. ട്രോണിക്സ് ആപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ളൊരു ബോട്ടിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ, അതായത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആയാലും മിംഫൈ ആയാലും ടാപ്സോപ്പ് ആയാലും അങ്ങനെ കുറേ ബോട്ട്സ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അത് ഇതുവരെ ഒന്നും ലിസ്റ്റ് ആകാത്ത ഒരു ആപ്സാണ് ഇപ്പം ഞാൻ പറഞ്ഞ പേരുകൾ. അപ്പം ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്ന ട്രോണിക്സ് ആപ്പ് എന്ന ആപ്പ്, അതായത് ഇതിനകത്ത് കോയിൻ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള കോയിനാണ്. അപ്പം നമ്മളിത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് കോയിൻ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റും. സാധാരണ എങ്ങനെയാണോ നമ്മൾ ബൈബിറ്റിലാണോ എങ്ങനെ വേണം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. പക്ഷേ മറ്റതുപോലെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇതിനകത്ത് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനാണ് ട്രോണിക്സ് ആപ്പ് ചെയ്ത് കൂടെ നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയാണ്. പിന്നെ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ആയാലും മിംഫൈ ആണെങ്കിലും ബാക്കി എല്ലാ ബോക്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അനൗൺസ്മെൻറ്റ്സോ, അതായത് ലിസ്റ്റിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഇൻഫോർമേറ്റീവുള്ള കാര്യങ്ങൾ ഇനി ഇടാൻ വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോട്ട് ഓപ്പൺ ചെയ്യാം. ട്രോണിക്സ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ടാപ്സോപ്പ് അല്ല മിംഫൈ പോലെ തന്നെ ഒരു ബോട്ടാണ്, ടെലിഗ്രാം ബോട്ടാണ് ഈ ട്രോണിക്സ് എന്ന് പറഞ്ഞ ബോട്ടും. ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുന്നത് എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഈ വീഡിയോ ടാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉപയോഗമില്ല. അതൊരു സ്പീഡിലാണ് പോയത്. 1 GHz per second ആണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഒരു കോയിനാകാൻ നമുക്ക് എടുക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. 3 ദിവസം കൂടുമ്പോഴുള്ളൂ നമുക്ക് ഒരു കോയിൻ ട്രോണിക്സ് ആപ്പിൽ നമുക്ക് ഇത് റൗണ്ട് ആയി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കോയിൻ ആകാതെ നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പം ഞാനിപ്പോൾ ഒരു 9 ദിവസം അല്ല 8 ദിവസത്തോളം അല്ല ഒരു 10 ദിവസത്തോളം ആയിട്ടുണ്ട് മിനിമം ഞാനിത് ക്ലെയിം ചെയ്തിട്ട്. അതുകൊണ്ടാണ് 3 കോയിൻ ഇവിടെ നിന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്നൊക്കെ ചെയ്യാനുണ്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാ ബോട്ട്സും പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബൂസ്റ്റർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ബൂസ്റ്റർ ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഒരു ബൂസ്റ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് പെയ്ഡ് ബൂസ്റ്ററാണ്. മറ്റുള്ള ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ്. അതായത് 1 മുതൽ 24 hours ആകുമ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബൂസ്റ്ററാണ് സാധാരണ ആപ്പിലുള്ളത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ പെയ്ഡ് ബൂസ്റ്ററാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം 1 GHz പോകുന്നതെങ്കിൽ ഇതിപ്പം 10 GHz നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരും പേയ്മെൻറ്റ് ഒന്നും കൂട്ടാതിരിക്കുക. ഇപ്പോൾ എത്ര നാൾ കാണുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഈ സാധനം നിർത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്യും. ആ പൈസ വെറുതെ പോയില്ലേ. അപ്പം ദയവ് ചെയ്ത് ആരും പൈസ കൊടുത്ത് ഒന്നിലും ഒരു കാര്യം ചെയ്യില്ലേ. അപ്പം ഒരിക്കലും പൈസ കൊടുത്ത് ഒന്നും ചെയ്യാതിരിക്കുക. പരമാവധി നോക്കുക. നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്ത് നോക്കുക. ഒരിക്കലും പൈസ കൊടുത്ത് ഒന്നും ചെയ്യില്ല. ഞാൻ പിന്നെയും പറയാണ്, ആരും ഒരിക്കലും ഒരു പൈസ ഒന്നിനും കൊടുക്കല്ലേ. പക്ഷെ ബാക്ക് അടിച്ച് വരാൻ നേരത്ത് നമുക്ക് നേരെ അതിനകത്ത് മിഷനിൽ പോകാം. മിഷനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വെൽക്കം ബോണസ് ആയിട്ട് തന്നെ നമുക്ക് ഒരു 20,000 ഷിപ്പ് കോയിൻ കിട്ടുന്നുണ്ട്. അത് വെച്ച് എല്ലാവരും ഇതായി കഴിയുമ്പോൾ മിഷൻസിനകത്ത് ഒന്ന് ക്ലെയിം ചെയ്താൽ മതി. പിന്നെ അവരുടെ അനൗൺസ്മെൻറ്റ് ചാനലിൽ കയറുക. പിന്നെ ഇൻവൈറ്റ് ചെയ്ത് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 ഷിപ്പ് കോയിൻ കിട്ടുന്നതാണ്. റെൻറ്റ് യുവർ ഫസ്റ്റ് പവർ ബൂസ്റ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് കൊടുത്തുള്ള ബൂസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും കോയിൻസ്, അതായത് ഷിപ്പ് കോയിൻ നമുക്ക് ഇത്രയും കിട്ടുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ദൈവം ഷിപ്പ് കോയിൻ കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങളാരും പേയ്മെൻറ്റ് ചെയ്യില്ലേ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ടാപ്പ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആകണം. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കാണ്. ജസ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് പരിപാടിക്ക് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് തന്നെ മൈൻഡ് ചെയ്ത് നമുക്കിപ്പം 3 ട്രോണിക്സ് കോയിൻ വന്നിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യുമ്പോൾ മിനിമം വിഡ്രോൾ 1 ആണ്. പോയി നേരെ മേളിൽ ഒന്ന് കിടപ്പുണ്ട്. 0.something ആയിരുന്നു. ഇപ്പം 4.16 TRX ആയി. ഇതിപ്പം 21,750 ഷിപ്പ് കോയിൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. അഡ്രസ്സ് ഇവിടെ നമ്മുടെ വാളറ്റ് അഡ്രസ്സും അതിൻ്റെ എമൗണ്ട് എത്രയാണോ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അടിക്കാം. പക്ഷെ എന്നാൽ നോക്കാൻ നേരത്ത് നെറ്റ്വർക്ക് ഫ്രീ ആയിട്ട് 30,000 ഷിപ്പ് കോയിൻ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആകെ ഉള്ളത് 21,000 പക്ഷെ നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും പറ്റത്തില്ല. മിനിമം ആയിട്ട് എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ മിനിമം 3 ലക്ഷം ഷിപ്പ് കോയിൻ ഉണ്ടെങ്കിലുള്ളൂ നമുക്കിത് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതനുസരിച്ച് ഷിപ്പ് കോയിൻ കൂട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം പറഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതും ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അങ്ങനത്തെ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ചാറ്റിൽ ജോയിൻ ചെയ്യുക.
ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വിട്ടാൽ മതി. അതിൽ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഷിപ്പ് കോയിൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല സമയം എടുക്കും എന്നുള്ളത് വേറൊരു കുഴപ്പമില്ല. നമുക്ക് അടുത്തത് ട്രോൺ ബാലൻസ് എങ്ങനെ സെൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്ലിക്ക് അതിനും സെയിം തന്നെയാണ്. നമുക്കിവിടെ വാൾട്ട് അഡ്രസ് കൊടുക്കുക, പിന്നെ എമൗണ്ട് കൊടുക്കുക. ഇതിനകത്ത് നെറ്റ് ഫീസ് ഇതിനകത്തുണ്ട്, നെറ്റ്വർക്ക് ഫീ അത് 2.5 TRX. നമുക്കിപ്പോൾ 4.16 TRX ഉണ്ട്. റിസീവ്ഡ് എമൗണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മിനിമം വേണ്ടത്, മിനിമം എമൗണ്ട് സെൻഡ് ഈസ് 20 TRX, അതായത് 20 TRX എങ്കിലും ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് 3 TRX എത്താൻ തന്നെ 9 ദിവസം എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് 20 TRX എത്തണമെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും അല്ല 1.5 മാസമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, മൈനിങ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കയറി നോക്കൊന്നും വേണ്ട, ജസ്റ്റ് നിന്ന് അങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ട്രോണിക്സ് ആപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മളിത് ചുമ്മാ കൈ കെട്ടി നോക്കിയിരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമുക്ക് മൈൻ ചെയ്ത് കോയിൻസ് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. വെറുതെ അവർക്ക് പൈസ കൊടുത്ത് നമുക്ക് കോയിൻ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഇതാക്കാതിരിക്കുക. ഒരിക്കലും ഓവർ എക്സ്പെക്ടേഷൻ ഒന്നിനും കൊടുക്കാതിരിക്കുക. പക്ഷേ ഇത് ജെനുവിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിന് ഹാംസ്റ്റർ കോമ്പാക്റ്റൊക്കെ എന്താവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ 28-ാം തീയതി ലിസ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അത്യാവശ്യം നല്ലൊരു കോയിന്, അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉള്ളൊരു ഇതാണ് ട്രോണിക്സിൻ്റെ കോയിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലാകാത്തോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അത് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നോ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതും ഞാൻ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക എല്ലാവരും. അപ്പം മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.